ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നതില്ലേ, ചിക്കൻ കൊണ്ട് ഒരു ചോറുണ്ടാക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് വെക്കുന്നത്. മുളകിൻ്റെ പൊടിയൊന്നും യൂസ് ആക്കുന്നില്ല. മല്ലിപ്പൊടി മുളകിൻ്റെ പൊടി ഇതൊന്നും യൂസ് ആക്കാതെ കുരുമുളകിൻ്റെ പൊടി മാത്രം ഇട്ടിട്ട് വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചോറ്. കുരുമുളകിൻ്റെ പൊടി മാത്രം ഇട്ടിട്ട് വെക്കുന്നതിനെ കൊണ്ട് ഇത് മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല. മന്തി എന്നല്ല, പക്ഷേ ബസ്മതി റൈസിൽ ഞാൻ വെച്ചിനത്. ഒരു ചിക്കൻ ചോറ്, ചെറിയ പീസ്, എത്ര വലുതുമായിട്ട് ചെറുതുമായിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കണം. നല്ല ടേസ്റ്റ്. പിള്ളേർക്കെല്ലാം നല്ലതല്ലേ. എപ്പോഴും വെറും ചോറ് തന്നെ വയ്ക്കുന്നതിന് നമുക്ക് ഇങ്ങനത്തെ ഒരു ചോറ് ഉണ്ടാക്കിയിട്ട് കൊടുത്തെങ്കിൽ നല്ലതല്ലേ. ചിക്കനെല്ലാം ഉണ്ടാകുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയായ ചോറ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വാ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ഇടണം. ഫസ്റ്റ് മുളകിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനെഗറും എല്ലാം ഇട്ടിട്ട്, നമ്മൾ സിർക്കയില്ലേ, സിർക്കാവും എല്ലാം ഇട്ടിട്ടായിട്ട് ഞാനിങ്ങനെ പെരക്കിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ഇടുക, കുരുമുളകിൻ്റെ പൊടി ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, എന്ത് വേണം കൂട്ടിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചോറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അല്ല പേസ്റ്റ് ചോറിലേക്ക് മസാല ആക്കുമ്പോൾ ഞാൻ ഇടുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു മസാല ആക്കുന്നില്ല, അതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ എല്ലാം ആക്കുമ്പോൾ ഇതിലേക്ക് വെള്ളുള്ളി ഇഞ്ചിയെല്ലാം കുത്തിയിട്ട് ഇട്ടിട്ട് കൊടുക്കലുണ്ട്. ചതച്ചിട്ട് എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കലുണ്ട് ഇതിലേക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, കറിച്ചപ്പല ഇതെല്ലാം ഇട്ടിട്ട് ഇതാക്കിയിട്ട് കൊടുക്കലുണ്ട് ഞാൻ എപ്പോഴും. ഇപ്പോൾ ഇന്ന് ഞാൻ ചോറിന് മസാല ആക്കുമ്പോൾ അതെല്ലാം ഇടുന്നതിനെ കൊണ്ട് ഞാൻ ഇതിലേക്ക് മുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, സിർക്ക, ഉപ്പ്, കുറച്ച് എണ്ണ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ മിക്സ് ആക്കിയതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കണം. നല്ലപോലെ പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കണം. അതിനായിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കണം. നല്ല കൈയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ച ചിക്കൻ എന്തു ചെറുതും ആവും വലുതും ആവും, ചെറിയ പീസും ആവും വലിയ പീസും ആവും. എങ്ങനത്തെ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കണം. വാ, വലിയ പീസാണോന്നല്ലിട്ട് തന്നെ ഇല്ല, മന്തിൻ്റെ പീസ് എന്താണോന്നല്ലിട്ടില്ല. ചെറിയ പീസായെങ്കിലും പ്രശ്നമില്ല, ഈ നാട്ടിൽ ചെറിയ പീസായെങ്കിലും പ്രശ്നമില്ല. എന്തായെങ്കിലും ഇല്ലേ, ഇങ്ങനത്തെ ഒരു മന്തി ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ കുരുമുളകിലിട്ടിട്ട് മുളക് ഇടാതെ ഇല്ലേ, മുളകിൻ്റെ പൊടി ഇടാതെ കുരുമുളകിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ പെരക്കിയിട്ട് വെച്ചിട്ട് അരമണിക്കൂർ ഞാൻ മാറ്റിയിട്ട് വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഫ്രൈ ആക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കിയെന്ന് പറയാം, ചോറ് ബസ്മതി റൈസില്ലേ പാൻ വേണ്ടിയിട്ട് വെച്ചിന്. അതിലേക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക, ഉപ്പ്, എണ്ണ എല്ലാം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം വെച്ചിനത്. അതിപ്പോൾ ഒരു 3/4 വേഗമായിട്ടായിട്ട് ഞാൻ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെള്ളം ഊറാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് വെച്ചിന്. ആ സമയത്ത് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിൽ മസാല ഉണ്ടാക്കണ്ടേ നമുക്ക് ചോറിന് വേണ്ടിയിട്ട്. അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കുക. നെയ്യും എണ്ണയും മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുള്ള ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ആക്കിയിട്ട് ഉള്ളി വാട്ടിയിട്ട് എടുക്കുന്നുള്ളത്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന, തേങ്ങ എണ്ണ ഒഴിക്കാൻ കഴിയില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. അല്ലെങ്കിൽ പനെണ്ണയും ആവും, നമുക്ക് പാം ഓയിലില്ലേ അതും ആവും. ഏത് ആയെങ്കിലും പ്രശ്നമില്ല, തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കഴിയില്ല. എണ്ണ എല്ലാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം കുറച്ച് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ച, ഞാനിപ്പോൾ ചോപ്പറിൽ കട്ടാക്കിയിട്ട് എടുത്തിനത് ഉള്ളി. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് കിട്ടുന്നത്. ഈ ചോറ്റിലേക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇടണം. ഉള്ളിയെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം.
അതിലേക്ക് ഫസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണം. നമുക്ക് ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടെങ്കിലേ ബീയം ഫ്രൈ ആയിട്ട് വരും. അങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ടായിട്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും അങ്ങനെ ഞാൻ ചോപ്പറിൽ അരിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തിനത്. ആ തക്കാളിയും ഉള്ളിയും വെള്ളുള്ളി പച്ചമുളകിൻ്റെ മണമെല്ലാം മാറുന്നതായിട്ടില്ല, നമുക്ക് കുറച്ച് നേരം മൂടിയിട്ട് വെക്കണം. കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ടില്ലേ ഈ തക്കാളിയെല്ലാം വേകുന്നത് വരെ നമുക്ക് മൂടിയിട്ട് വെക്കണം. മൂടിയിട്ട് വെച്ചില്ലെങ്കിൽ ചോറിടുമ്പോൾ ഇല്ല നമുക്ക് തക്കാളി ഉള്ളിയെല്ലാം ഇല്ലേ അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നത്. അതിനെ കൊണ്ട് നമുക്ക് മൂടിയിട്ട് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. 2 മിനിറ്റ് മതി, കുറേ വേണ്ട. 2 മിനിറ്റ് ഇങ്ങനെ മൂടിയിട്ട് വെച്ചെങ്കിൽ അതെല്ലാം നല്ല വടിഞ്ഞിട്ട് വരും. ഉള്ളി തക്കാളി ഇതെല്ലാം നല്ല വെന്തിട്ട് വടിഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി മസാല പൊടിയെല്ലാം ചേർത്തിട്ട് കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട് ഞാൻ, 1 സ്പൂൺ തന്നെ. പിന്നെ അതിലേക്ക് മുളകിൻ്റെ പൊടി ഇതൊന്നും യൂസ് ആക്കുന്നില്ലല്ലോ, അപ്പോൾ 1 സ്പൂൺ തന്നെ ഞാൻ ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ ഫ്ലേവറിൽ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ജാസ്തി തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഇടാം. പിന്നെ ബിരിയാണി മസാല അതും അങ്ങനെ കുറച്ച് ഇടുന്നവർക്ക് കുറച്ചിടാം. ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ജാസ്തി ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റിയിട്ടെടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയിട്ടായിട്ടില്ലേ ഇനി ഇങ്ങനെ മൂടിയിട്ട് വെക്കണം. കുറച്ച് നേരം നമുക്ക് ഇനിയും കുറച്ച് ഇതിൽക്കെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം. ഇനി ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് മൂടിയിട്ട് വെച്ച ശേഷം നമുക്കിതിനെ തുറക്കാം. തുറന്നിട്ടായിട്ട് നമുക്കിതിനെ അരി ഇട്ടിട്ട് കൊടുക്കണം. ഇനി ഞാൻ 3/4 വേവ് അരി ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 1/4 വേവിൽ കിടന്നിട്ട് വേവില്ല, അങ്ങനെ ഞാൻ 3/4 വേവ് ആക്കിയിട്ട് വെച്ചിനെ. പിന്നെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് മസാല. ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് കൊടുക്കാം. അരി വേവിക്കുമ്പോൾ ഞാൻ ഗ്രാമ്പൂ പട്ട ഏലക്ക എണ്ണ ഉപ്പ് എല്ലാം ഒഴിച്ചിട്ട് കൊടുത്തിന്. എണ്ണ ഒഴിക്കുന്നത് ഇതിൽ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിനത്. ഉപ്പ് നല്ല പാങ്ങലിടണം. ചോറിലേക്ക് ഉപ്പ് ഇത്ര തേയുന്ന അത്ര ഇടണം. പിന്നെ നമുക്ക് ആദ്യയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനൊന്നുമില്ല. ഞാൻ കുറച്ച് മസാലക്കും ഇട്ടിട്ട് കൊടുത്തിന്. പിന്നെ ഈ അരി വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് കൊടുത്തിന്. പിന്നെ ആദ്യം ഞാൻ ഉപ്പിട്ടിട്ട് കൊടുക്കുന്നില്ല. ഈ അരിനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചണ്ടി ആവാൻ കഴിയാൻ നമുക്ക് ഉണക്കായിട്ട് കിട്ടണം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പ്, നമുക്ക് മല്ലിച്ചപ്പില്ലാതെ കളിയില്ല. മല്ലിച്ചപ്പ് എങ്ങനെ നമുക്ക് ആവശ്യം തന്നെ, നമുക്ക് ഇഷ്ടം മല്ലിച്ചപ്പ്. എത്ര മല്ലിച്ചപ്പ് വേണം കൂടും. പിന്നെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടായിട്ട് അതിൽ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. മല്ലിച്ചപ്പ് ഇളക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് ഇനി കുറച്ച് നേരം നമുക്ക് മൂടിയിട്ട് വെക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി മുകളിലേക്ക് വേറിയിട്ട് കൊടുത്തെങ്കിലേ നമുക്ക് നല്ല ഒരു എരിവും ഇതും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് ഇട്ടിട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഇതെല്ലാം ഏകദേശം വെന്തിട്ട് വന്നിനി. ഇനി കുറച്ച് നേരം ഇതിനെ മൂടിയിട്ട് വെക്കാം. ആദ്യം ഒരു 2 മിനിറ്റ് എല്ലാം മതി. എല്ലാം ഇതിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറിലേക്ക് ഈ മസാല എല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മല്ലിച്ചപ്പ് പിന്നെ കുരുമുളകെല്ലാം ഇട്ടതല്ലേ അതില, അപ്പോൾ അതെല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കാം. എന്നിട്ടായിട്ട് നമുക്ക് ഒരു സൈഡ് മാറ്റിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഫ്രൈ ആക്കാനുള്ളതല്ലേ. ഇനി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം.
പിന്നെ ഞാൻ കുറേ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല, കുറച്ച് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അരമണിക്കൂർ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് ചിക്കന്. അപ്പോൾ ഇത് അരമണിക്കൂറെല്ലാം ആയിട്ട് നല്ല ഉപ്പും മുളകെല്ലാം പൊടിച്ചിട്ട് വന്നിന്. ഇനി ഇതിനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല, കുറച്ച് എണ്ണ വീത്തിയിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് എടുക്കുന്നുള്ളത്. ഇപ്പോൾ നമുക്കിത് മന്തി ഇതൊന്നും അല്ലല്ലോ. ഉച്ചക്ക് വെറും ചോറിന് പകരം ഒരു ചോറ് വെച്ചത്. അപ്പോൾ ഇത് കുരുമുളക് ഇട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്രൈ ആക്കിയിട്ട് ചെറിയൊരു ഫ്രൈ ആക്കിയിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ശല ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നമുക്കൊരു നല്ല ചോറായിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ വെറും ചോറ് എപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പാങ്ങില്ലല്ലോ. ചിക്കൻ ഉണ്ടാകുമ്പോൾ ഇല്ലേ, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നോക്കണം. ഇത് അടിപൊളി നല്ല ഉണ്ട്. കുരുമുളക് വെച്ചതിനെ കൊണ്ട് മുളകിൻ്റെ പൊടിനാട്ടി പാങ്ങേണ്ടതില്ലേ, ഈ കുരുമുളകിൻ്റെ പൊടിയിൽ വെച്ചെങ്കിൽ ഇതിലേക്ക് മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊന്നും യൂസ് ആക്കിയിട്ടില്ല. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് കൊടുത്തിരുന്നത് കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല ഇത്ര മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിന്. ഇപ്പോൾ ഈ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എടുത്തിന്. ഫ്രൈനെ വേറെ മാറ്റിയിട്ട് എടുത്തിട്ടായിട്ട് ഇതിൽ ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ, ഈ ഫ്രൈ ആക്കിയ എണ്ണ ഈ ചോറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഒരു 2 മിനിറ്റില്ലേ നമുക്ക് ഇതിനെ മൂടിയിട്ട് വെക്കാം. ചിക്കൻ ഇട്ടിട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് മൂടിയിട്ട് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഗൗജെല്ലാം കേൾക്കുന്നുണ്ടാവുമല്ലോ, സീറ്റിൻ്റെ എല്ലാം ഗൗജ്. അത് അപ്പുറത്തെ പുരയിൽ മങ്ങാലോ, ഞങ്ങളെ അപ്പുറത്തെ പുരയിൽ മങ്ങലായിട്ട് ഈ ഷീറ്റ് ഇടുന്നത്. പിന്നെ ഞങ്ങളെ ഇവിടെല്ലാം മുറ്റത്ത് കാർ പാർക്കിംഗ് എല്ലാം ആക്കുന്നവർ, അപ്പോൾ ഞങ്ങളെ മുറ്റമെല്ലാം ക്ലീൻ ആക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സൗണ്ടായിട്ടില്ലേ, വോയിസ് ഇടാനെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പുറത്തെ പന്തലെല്ലാം ഇടുന്നുണ്ടത്. പന്തലിടുന്നതിനെ കൊണ്ടില്ല, ഷീറ്റിൻ്റെ എല്ലാം ഭയങ്കര സൗണ്ട്. അതിനെ കൊണ്ട് പിന്നെ വോയിസ് ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ കൊണ്ടിട്ട് നമുക്ക് ഈ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലേ ഇങ്ങനത്തെ ഒരു ചോറ് വെച്ചിട്ടില്ലെങ്കിലേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം. പീസ് ഏത് ചെറുതുമായിട്ട് വലുതായിട്ട് നിങ്ങൾക്ക് ഉണ്ട പോലെ, വലിയ മന്തിൻ്റെ പീസ് ഒന്നും അണലിയിട്ടില്ല. ചെറിയ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോറ് വെച്ചിട്ട് നോക്കാം. എന്തായാലും നിങ്ങൾ വെച്ചിട്ട് നോക്കണം. വെച്ചിട്ട് നോക്കിയിട്ടില്ലേ കമൻ്റ് ആക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട. ആരെങ്കിലും ഇല്ല പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. പിന്നെ ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുവാന്ന് തോന്നുന്നു വീഡിയോ ആയിട്ട്. ഇവിടെ മങ്ങലെല്ലാം അതിനെ കൊണ്ടില്ലേ ഭയങ്കര തിരക്കും സൗണ്ടും ഇതെല്ലാം ആയിട്ട് വോയിസ് ഇടാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടും. ഇനി നോക്കാം, അതിന് മുന്നേ ഇടാൻ കഴിഞ്ഞെങ്കിൽ ഇടും. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.